നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 5 വരി പിന്നിൽ കണ്ടു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രാൻഡ് ബ്രെയ്ഡ് ആണ്. അതായത് 6 വരി പിന്നിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ഞാനും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ 4-5 ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ 6 ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിച്ച് തരുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യും. 6 കയറിനെ 3 തിരിക്കാം കേട്ടോ. ഇതിങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ കയറിൽ നമുക്ക് ചെയ്യാം. ഇത് സാധാരണ ആദ്യത്തെ കയർ ഉള്ളിലേക്കും 3ാമത്തെ കയർ ഉള്ളിലേക്കും കൊടുക്കാം. നമ്മൾ 3 മെടച്ചിൽ ചെയ്യില്ലേ, അതിൻ്റെ ഒരു ആദ്യത്തെ മെടച്ചിൽ അങ്ങനെ. എന്നിട്ട് ഈ 2 കയർ ഇങ്ങോട്ട് വന്നില്ലേ, അത് ഇവിടെ പിടിക്കാം. ഈ 3ാമത്തെ കയർ ഇങ്ങോട്ട് വന്നു, ഈ കയറിൻ്റെ സെറ്റിലേക്ക് വന്നില്ലേ. എന്നിട്ട് റൈറ്റ് സൈഡിൽ ആദ്യത്തെ കയറെടുക്കുക, അതിനെ അടുത്ത കയറിൻ്റെ താഴേക്കോടെ എടുക്കുക, അടിയിൽക്കോടെ എടുക്കുക. എന്നിട്ട് മറ്റേ കയറിൻ്റെ മേളിക്കോടെ എടുക്കുക, എന്നിട്ട് അടുത്ത കയറിൻ്റെ താഴേക്കോടെ എടുക്കുക. അങ്ങനെ ഇവിടേക്ക് ഈ കയർ വന്നു, ഈ സെറ്റിലേക്ക് വന്നു. എന്നിട്ട് ഇതിനെ വീണ്ടും 3 മെടച്ചിൽ പോലെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. 3ാമത്തെ കയറും ഉള്ളിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഈ 4 കയറുണ്ടല്ലോ, ഈ 4 കയറിന് വീണ്ടും ആദ്യത്തെ കയർ അടിയിലേക്ക്, പിന്നെ അടുത്ത കയറിൻ്റെ മുകളിൽക്കൂടെ, വീണ്ടും അടുത്ത കയറിൻ്റെ അടിയിൽക്കൂടെ. കണ്ടില്ലേ, ടൈറ്റ് ചെയ്ത് പിടിക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യുന്നത്. കയറുള്ളിലേക്ക് കൊടുത്തു, 3ാമത്തെ കയറുള്ളിലേക്ക് കൊടുത്തു, ടൈറ്റ് ചെയ്ത് പിടിച്ചു, എടുത്തു. അടുത്ത കയറിൻ്റെ താഴത്തേക്കോടെ, മേലേക്കോടെ, വീണ്ടും താഴത്തേക്കോടെ ടൈറ്റ് ചെയ്ത് പിടിച്ചു. നമുക്ക് മുടിയിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അതിന് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്കായിട്ട് ഇടുക. എന്നിട്ട് ഇതിനെ 6 പാർട്ടായിട്ട് തിരിക്കാം മുടീനെ. ഓക്കെ, ഇപ്പോൾ ഇത് 6 എണ്ണം ആക്കിയിട്ടുണ്ട് മുടീന്. ആദ്യത്തെ മുടി ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ മുടി 2ാമത്തെ മുടിയുടെ മേലേക്കോടെ എടുത്തു. എന്നിട്ട് 3ാമത്തെ മുടീനെ വീണ്ടും അപ്പുറത്തെ സൈഡിലായിട്ട് ഉള്ളിലേക്ക് എടുത്തു. നമ്മൾ 3 മെടച്ചിലിന് ആദ്യത്തെ മെടയിൽ അതുപോലെ ചെയ്യാം. എന്നിട്ട് അതൊന്ന് പതുക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ബാക്കി 4 മുടിയും ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതൊന്ന് ബ്രൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് റൈറ്റ് സൈഡിൽ ആദ്യത്തെ മുടി ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് അടുത്ത മുടിയുടെ താഴത്തെ കൂടെ എടുക്കുക, പിന്നെ പിന്നത്തെ മുടിയുടെ മുകളിലേക്ക് കൂടെ എടുക്കുക. എന്നിട്ട് അടുത്ത മുടിയുടെ താഴത്തെ കൂടെ എടുക്കുക, മുകളിൽക്കൂടെ എടുക്കുക, താഴേക്കൂടെ എടുക്കുക, മുകളിൽക്കൂടെ എടുക്കുക. അങ്ങനെ എടുക്കണ്ടു കേട്ടോ. ഓക്കെ, അങ്ങനെ ആ മുടി എടുത്ത് എന്നിട്ട് ആ ബാക്കിയുള്ള 3 മെടച്ചിലായിട്ട് ബാക്കിയുള്ള 3 മുടീനെ അങ്ങനെ എടുത്ത് മെടയാം കേട്ടോ. ഓക്കെ, എന്നിട്ട് മെടഞ്ഞ് കിട്ടുന്ന ബാക്കിയുള്ള ആ മുടീനെയും ബാക്കി മുടികളായിട്ട് ചേർത്ത് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മെടഞ്ഞു കൊടുക്കുക. ഒരു സൈഡിൽ 3 മെടച്ചിലായിട്ട് മെടയുമ്പോൾ മറ്റേ സൈഡിൽ 4 മുടികൾ വെച്ചിട്ട് അങ്ങനെ ഉള്ളിക്കോടെയും പുറത്തേക്കോടെയൊക്കെ ആയിട്ട് എടുത്തിട്ട് മെടയുക. അത്രേ വരുന്നുള്ളൂ കേട്ടോ ഈ 6 മെടച്ചിൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് അതുപോലെ വീണ്ടും ഇങ്ങനെ മെടഞ്ഞു കൊടുക്കുക. ഒന്ന് കറക്റ്റ് ആവണ വരെ ഒന്ന് ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് തന്നെ മെടഞ്ഞു കൊടുക്കുക കേട്ടോ. ഒന്ന് ട്രാക്കിലാവണമെന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി.
കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങനെ മെടഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുള്ളൂ. പിന്നെ മെടഞ്ഞ് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ മെടഞ്ഞു കൊടുക്കുക. ലെഫ്റ്റിലത്തെ ഭാഗം 3 മെടച്ചിലായിട്ട് മെടഞ്ഞു കൊടുക്കുക 3 മുടീനെ. ബാക്കി പിന്നെ വരുന്ന 4 മുടീനെ അങ്ങനെ ഉള്ളിക്കോടൊക്കെ ആയിട്ടെടുത്ത് മെടഞ്ഞു കൊടുക്കുക. ഒക്കെ വളരെ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ചെറിയൊരു കൺഫ്യൂഷൻ ഒരു പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തോന്നുമായിരിക്കും, പക്ഷേ സാരമില്ല, നമ്മൾ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ മെടഞ്ഞ് അതിൻ്റെ അവസാനം വരെ എത്തിയിട്ടുണ്ട്, മുടിയുടെ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര വരെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നോക്കിക്കേ, കറക്റ്റായിട്ട് വന്നില്ലേ? നോക്കി, വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വലിച്ചു കൊടുക്കാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ 6 വരി പിന്നൽ ഇതാണ് സ്ട്രാൻഡ് ബ്രൈഡ്. ഒരു മാല പോലെ കിടക്കുന്നുണ്ടല്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഈ 6 വരി പിന്നൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികളൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സമയമൊക്കെ മുടി കെയർ ചെയ്യാനും മുടിക്ക് വേണ്ടിയിട്ടൊക്കെ മാറ്റിയിട്ടും കുറച്ച് സമയം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബ്രൈഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. പിന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടും, ഈ ബ്രൈഡും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ബ്രൈഡ് സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും ബൈ.